നമസ്കാരം. ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പയുടെ റെക്കോർഡ് വേട്ടയുടെ കരുത്തിൽ 2026 ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഫ്രാൻസിന് തകർപ്പൻ ജയം. ഗ്രൂപ്പ് ഐയിലെ ആവേശ പോരാട്ടത്തിൽ 1-നെതിരെ 3 ഗോളുകൾക്കാണ് ഫ്രാൻസ് കരുത്തരായ സെനഗലിനെ പരാജയപ്പെടുത്തിയത്. ഇരട്ട ഗോളുമായി തിളങ്ങിയ എംബാപ്പെ ഫ്രഞ്ച് ഫുട്ബോൾ ചരിത്രത്തിൽ പുതിയ അധ്യായം അങ്ങനെ കൂട്ടിച്ചേർത്തു. ആദ്യ പകുതിയിൽ താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ ഫ്രാൻസിനെ സെനഗൽ ശരിക്കും വിറപ്പിച്ചു. എന്നാൽ ഭാഗ്യം ആഫ്രിക്കൻ ടീമിനൊപ്പമുണ്ടായിരുന്നില്ല. സെനഗൽ സൂപ്പർ താരം നിക്കോളാസ് ജാക്സന്റെ ഒരു കിടിലൻ ഷോട്ട് ഫ്രഞ്ച് പോസ്റ്റിലിടിച്ച് മടങ്ങി. ഒന്നാം പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇസ്മായില സാറിന് ലഭിച്ച സുവർണാവസരം പോസ്റ്റിന് മുകളിലൂടെ പറന്നുപോയത് സെനഗലിന് വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു. ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിച്ചു. ഈ ഗോളോടെ 58 അന്താരാഷ്ട്ര ഗോളുമായി എംബാപ്പെ ഫ്രാൻസിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി മാറുകയായിരുന്നു. കൂടാതെ ലോകകപ്പുകളിൽ 14 ഗോളുകൾ തികച്ച എംബാപ്പെ മെസ്സിയെയും പെലെയെയും മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിലെ ടോപ്പ് സ്കോറർമാരിൽ 3-ാം സ്ഥാനത്തെത്തി. കോച്ച് ദിദിയൻ ദെഷാംപ്സിനും അതുപോലെ റെക്കോർഡ് ബുക്കിൽ ഇടം നേടിക്കൊടുത്ത മത്സരമായി ഇത്. ഹെഡ് കോച്ച് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ 20-ാം ലോകകപ്പ് മത്സരമായിരുന്നു ഇത്. ബോറ മിലുട്ടിനോവിച്ച്, ഓസ്കർ ടബാരസ്, മാരിയോ സഖാലോ എന്നിവർക്കൊപ്പമാണ് ഇദ്ദേഹം ഇപ്പോൾ. 3 പേർ കൂടി ഇനി മുന്നിലുണ്ട്. എന്തായാലും ഈ ഒരു വിജയത്തോടെ ഫ്രാൻസ് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തെത്തി. മത്സരത്തിലെ മികച്ച പ്രകടനത്തിന് ഫ്രാൻസിന്റെ മൈക്കൽ ഒലീസയെ പ്ലെയർ ഓഫ് ദ മാച്ചായി തെരഞ്ഞെടുത്തു. ഫ്രാൻസിന്റെ അടുത്ത മത്സരം തിങ്കളാഴ്ച ഫിലാഡൽഫിയയിൽ ഇറാഖിനെതിരെയാണ്. സെനഗൽ അന്നു തന്നെ നോർവേയെ നേരിടും. മിഡിൽ ഒലീസെ മികച്ച മുന്നേറ്റങ്ങൾ നടത്തുകയും മികച്ച ത്രൂ പാസുകൾ ഒരുക്കുകയും ചെയ്തു. 53-ാം മിനിറ്റിൽ മികച്ചൊരു മുന്നേറ്റം നടത്തിയ ഒലീസയുടെ ഗോളെന്നുറച്ച ഷോട്ട് സൊനാഗൽ ഗോൾ കീപ്പർ എഡ്വേർഡ് മെസ്സി രക്ഷിച്ചെടുക്കുകയായിരുന്നു. 57-ാം മിനിറ്റിൽ എംബാപ്പയുടെ ഷോട്ടും മൻഡി തടഞ്ഞിട്ടു. 58-ാം മിനിറ്റിൽ എംബാപ്പയെ സാദിയോ മാനെ ബോക്സിൽ വീഴ്ത്തിയതിന് ഫ്രഞ്ച് താരങ്ങൾ പെനാൽറ്റിക്കായി അപ്പീൽ ചെയ്തെങ്കിലും വാർ പരിശോധിച്ച റഫറി പെനാൽറ്റി നിഷേധിക്കുകയായിരുന്നു. ഒലീസയുടെ മികവ് 66-ാം മിനിറ്റിൽ ഫ്രാൻസിന്റെ രക്ഷയ്ക്കെത്തി. ഒലീസെ നൽകിയ അളന്നുമറിച്ച പാസ് ഫസ്റ്റ് ടച്ചിൽ തന്നെ വലയിലേക്ക് തിരിച്ചുവിട്ട് എംബാപ്പെ ഫ്രാൻസിന് മുന്നിലെത്തിച്ചു. 3 ലോകകപ്പുകളിലായി എംബാപ്പയുടെ 13-ാം ഗോളായിരുന്നു ഇത്. ഫ്രഞ്ച് ജേഴ്സിയിൽ 57-ാമത്തേത്. ലോകകപ്പുകളിൽ 14 ഗോളുകൾ തികച്ച എംബാപ്പെ മെസ്സിയെയും പെലെയെയും മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിലെ ടോപ്പ് സ്കോറർമാരിൽ 3-ാം സ്ഥാനത്തെത്തി. കോച്ച് ദിദിയൻ ദെഷാംപ്സിനും അതുപോലെ റെക്കോർഡ് ബുക്കിൽ ഇടം നേടിക്കൊടുത്ത മത്സരമായി ഇത്.